ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാസ് വ്ളോഗ്സ് സമോസ്. അപ്പോൾ നമ്മുടെ പുതുക്കാട് പള്ളിയിൽ പെരുന്നാളാണ് കേട്ടോ. എന്നാണെന്നല്ലേ? ഫെബ്രുവരി 2, 3, 4, 5 കേട്ടോ. വെള്ളി, ശനി, ഞായർ, തിങ്കൾ. അപ്പോൾ നമ്മുടെ പുതുക്കാടത്തെ അടിപൊളി പെരുന്നാളാണ് വരാൻ പോണത്. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ 260ാമത്തെ തിരുനാളാണ് കേട്ടോ. നമ്മുടെ സെൻറ്റ് ആൻ്റണീസ് ഫൊറോന ചർച്ച് പുതുക്കാട് അടുത്ത ശനി ഞായർ വരാൻ പോണ പെരുന്നാൾ കേട്ടോ. അപ്പോൾ ഫെബ്രുവരി ആദ്യ ശനി ഞായറാണ് പെരുന്നാൾ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷോപ്പിങ്ങിന് പോയതാണ് കേട്ടോ. നമ്മുടെ കൊടകര മാക്സിലേക്കാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ പിള്ളേർക്കൊക്കെ ആ ഒരു ഷോപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഭയങ്കര സെലക്ഷനാന്നൊക്കെ പറഞ്ഞിട്ട് ആമിക്കുട്ടിക്ക് നല്ല അടിപൊളി ഡ്രസ്സുകൾ കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ആമിക്കുട്ടിക്കാണ് മെയിനായിട്ട് എടുക്കാൻ പോയത്. പിന്നെ അച്ചൂസിനും അമ്മൂസിനൊക്കെ എടുത്തു. അപ്പോൾ ആമിക്കുട്ടിക്ക് അന്ന് നമ്മൾ ബർത്ത്ഡേ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് കാര്യമായിട്ടൊന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ആമിക്കുട്ടിക്ക് ഫസ്റ്റ് ആമിക്കുട്ടിക്ക് എടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ പ്രമാണിച്ചിട്ട് നമ്മുടെ ഈ പുതുക്കാടുള്ള വീടുകളിൽ മുഴുവൻ ഈ ഒരാഴ്ച തകൃതിയായിട്ട് പണി തിരക്കന്നെയാവും കേട്ടോ. ക്ലീനിങ്, വാഷിങ്, അങ്ങനെ എക്സിട്ര. പിന്നെ നമുക്ക് ഫുഡ് ഒരുക്കണ്ടേ. പിന്നെ നമ്മുടെ ഈ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ പിണ്ടി അലങ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രൈസാണ് കേട്ടോ എല്ലാവർക്കും. എനിക്ക് പിന്നെ ചെറുതിലേ തൊട്ട് ഭയങ്കര ഇഷ്ടമാണ് പിണ്ടി അലങ്കാരം. അപ്പം ഞാൻ ജനുവരി 1 തൊട്ട് തന്നെ കുറേശ്ശെ സമയം പിണ്ടിയുമ്പോൾ ഇങ്ങനെ കുത്താനുള്ള പൂക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഉണ്ടാക്കി ഇപ്പോൾ കുറച്ച് ആയിട്ടുണ്ട് പൂക്കൾ. ഇപ്പോഴും ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല. അത് നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ഇനി കാണാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്ലീനിങ് വർക്കുകളും പിന്നെ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമുക്ക് ഇന്നലെയാണ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോയത് ഈ ശനിയാഴ്ചയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് തിങ്കളാഴ്ച ഒരു 9:30 ആയിട്ടുണ്ട്. അപ്പോഴാണ് കേട്ടോ നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തിങ്കളാഴ്ച ആയപ്പോഴേക്കും വയ്യായൊക്കെ എൻ്റെ ആമിക്കുട്ടിയും കുറച്ച് കുറഞ്ഞു. അപ്പോൾ ചേട്ടന് പനിയായി. ചേട്ടൻ കടയിൽ പോയിട്ടുണ്ട് കേട്ടോ. പനിയായാലും ഇന്ന് എണീറ്റപ്പോൾ മെഡിസിനൊക്കെ കഴിച്ചപ്പോൾ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. അച്ചൂസിന് ത്രോട്ട് പെയിനുണ്ട്, അമ്മൂസിന് തലവേദനയുണ്ട്. അപ്പോൾ അവരെ ഡോക്ടറെ കാണിക്കണം കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ അത് ഈ ഒരു മാസമാകുമ്പോൾ നമുക്ക് അസുഖങ്ങൾ വരെ ഒത്തിരി കൂടുതലാട്ടോ. ഈ മഞ്ഞും വെയിലും പിന്നെ നമ്മുടെ എന്താ പറയുക ചുറ്റുപാടുന്നുള്ള പൊടി ശല്യം ഒക്കെ ഉണ്ട് നമുക്കിവിടെ. പൊടി ശല്യം നല്ല പോലെ ഉണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ ഈ ഭാഗത്ത്. അപ്പോൾ നമുക്ക് അത് കാരണം ചുമയും ഇതൊക്കെ പിടിച്ചിട്ടുണ്ട് നല്ലപോലെ. അപ്പോൾ നല്ല കളക്ഷനുകളുണ്ട് കേട്ടോ നമ്മുടെ കൊടകര മാക്സിൽ. അപ്പോൾ നമ്മളിപ്പോൾ കിഡ്സിന് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഇവിടെ തന്നെയാണ് കേട്ടോ ഡ്രസ്സൊക്കെ എടുക്കണത്. പിന്നെന്താ, അപ്പോൾ പെരുന്നാൾ പ്രമാണിച്ചിട്ട് ഇനിയിപ്പോൾ ബുധനാഴ്ച വ്യാഴാഴ്ചയൊക്കെ തൊട്ട് മാല ബൾബിടലും ഈ ഭാഗത്ത് തിക്കും തിരക്കും ബഹളമായിരിക്കും കേട്ടോ. പെരുന്നാൾ വരിക എന്ന് പറയുമ്പോഴേ രസമുള്ള കഴിയുമ്പോൾ അയ്യോ നമുക്ക് കുറേ പണിയുണ്ടെങ്കിലും പെരുന്നാൾ പ്രമാണിച്ച് ഇഷ്ടം പോലെ എക്സ്ട്രാ പണികൾ വന്നു ചേരുമെങ്കിൽ നമ്മൾ അയ്യോ പെരുന്നാൾ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ അടുത്തല്ല ഉണ്ടേ എന്നുള്ളൊരു ഇതാണ് കേട്ടോ. ഒരു വിഷമമാണ്. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ കാര്യമാണ് ഞാൻ പറയണത്. അപ്പോൾ പെരുന്നാൾക്ക് മുൻപുള്ള ആ ഒരുക്കങ്ങളാണ് രസം. പണ്ടൊക്കെ നമ്മൾ അച്ചപ്പം കുഴലപ്പമൊക്കെ വീടുകളിൽ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് ഞങ്ങളുടെ വീടുകളിലൊക്കെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുക. അച്ചപ്പം കുഴലപ്പം വട്ടയപ്പം ഉണ്ണിയപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കും കേട്ടോ. പിന്നെ ഫുഡൊക്കെ ഏൽപ്പിക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. ഇനിയിപ്പോൾ ചേട്ടന് വലിയ ഇഷ്ടമില്ല അങ്ങനെ തീരെ പറ്റില്ലെങ്കിൽ ഏൽപ്പിക്കുന്നല്ലാണ്ട് ചേട്ടന് വീട്ടിൽ വയ്ക്കുന്നതൊക്കെയാണ് ഇഷ്ടം. ഞാൻ ചോദിച്ചു ഏൽപ്പിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു വോൾട്ടേജ് കുറവ് ആൾക്ക്. ഞാൻ സഹായിക്കാം, ഞാൻ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ പിന്നെ ഒന്ന് ആലോചിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ വീട്ടിൽ ഏൽപ്പിക്കുക. അവിടെയും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറയാൻ പോകണുള്ളതുകൊണ്ട് എൻ്റെ വീട്ടിലും ഈ ശനി ഞായർ തന്നെ പെരുന്നാൾ വരണേ 3, 4 ഇവിടെയും പുതുക്കാടും ഈ ഒരു ദിവസങ്ങൾ തന്നെയാണ് കേട്ടോ. വെള്ളി, ശനി, ഞായർ, തിങ്കൾ.
അവിടെയും പള്ളിക്കുന്നും അങ്ങനെ തന്നെ. അപ്പോൾ ഇത് നമ്മുടെ പന്തൽ കാണാണ്ട്, ഇതാണ് നമ്മുടെ പുതുക്കാട് പള്ളി. അപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരാണ്ട നമ്മുടെ പുതുക്കാട് സിഗ്നലിൽ എത്തിയിട്ടുണ്ട്. നമ്മളിത് നമ്മുടെ പന്തൽ അവിടെ ഉയർന്നു വരുന്നേണ്ട. അപ്പോൾ അതേ അങ്ങനെ പെരുന്നാളിൻ്റെ വൈബായിട്ടാണ്. അപ്പോൾ നമുക്ക് സിഗ്നൽ കിട്ടിയായിരുന്നു. സിഗ്നലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ഏരിയയിലേക്ക് കടന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പന്തലിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ. അന്ന് ശനിയാഴ്ച പകുതിയായിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ലൈറ്റ്സൊക്കെ ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ പിന്നെ വീട്ടിൽ വന്നിട്ട് ഇത് കുറച്ച് നേരം സ്റ്റിച്ച് ചെയ്തു. പെരുന്നാളിനുള്ള സ്റ്റിച്ചിങ് ആണ് കേട്ടോ. നെക്കൊക്കെ വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറേശ്ശെ സമയം എല്ലാത്തിനും മാറ്റി വെച്ചേക്കാൻ ഞാൻ. അങ്ങനെ കുറച്ച് നേരം പൂവുണ്ടാക്കാൻ, ആമിക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം കിട്ടുമ്പോൾ കുറച്ച് സമയം പൂവുണ്ടാക്കാനും സ്റ്റിച്ചിങ്ങിനൊക്കെ ഇരിക്കും കേട്ടോ. പരിപാടി പെരുന്നാളായ ക്ലീനിങ് അല്ലേ? ചേട്ടവിടെ ക്ലീൻ ചെയ്യും. എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. അത് കഴിയുമ്പോൾ വരാട്ടാ. നമ്മൾ ഞായറാഴ്ചയിലത്തെ കാഴ്ചയാണ് ഇട്ടത്. ഞാൻ കാന്താരി, നമ്മുടെ വെള്ളക്കാന്താരി കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നില്ലേ, അത് പൊട്ടിച്ചെടുക്കാൻ പോയതാണ് കേട്ടോ. അത് ഉപ്പിലിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നോക്കിയപ്പോഴേ നല്ലപോലെ മൂത്ത് നിൽക്കുക. അങ്ങനെ കുറേ മൂത്ത് നിൽക്കുമ്പോൾ നമ്മുടെ മുളക് ചെടിക്ക് അത് അത്ര നല്ലതല്ല എന്ന് പറയണേ. മൂപ്പായത് പൊട്ടിച്ചെടുക്കണം എന്നാണ് ഇങ്ങനെ അറിവുള്ളവർ പറയണത് കേട്ടോ. അപ്പം ഞാൻ നെസ്റ്റോന്ന് വാങ്ങിച്ച ഗ്ലാസ് ജാറില്ലേ, ഇതുവരെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ഉപ്പിലിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചാണ്. ഇതിൻ്റെ അടിയിൽ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. ഇങ്ങനൊരു ഡിസൈനൊക്കെ ഉണ്ട് കണ്ട. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. നോക്കിയാൽ ഇഡലി ആയിരുന്നു. അപ്പം അത് ഇഡലി എടുത്തിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വന്ന് പോരാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അല്ലെങ്കിൽ. അപ്പം അത് കുതിർന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാമല്ലോ ഇഡലി തട്ട്. അപ്പം ഞാൻ ഇതിനെ ഉപ്പിലിട്ട് വയ്ക്കട്ടെ. ഇത് പിന്നെ നോർമൽ എരിവാണ്. എരിവുണ്ട്, പക്ഷേ നമ്മുടെ നാടൻ മുളകിൻ്റെ അത്ര എരിവില്ല കേട്ടോ. അപ്പോൾ ഇവിടെ താഴത്തുനിന്ന് ഒരു നാടൻ മുളകും കിട്ടിയിട്ടുണ്ട്. ഇന്നലെ പൊട്ടിച്ചതാണ് നമ്മൾ. ഇത് കാണാണ്ട് നിൽക്കായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പം ഇതിനെ ഉപ്പിലിട്ട് വയ്ക്കട്ടെ. നമ്മൾ കെമിക്കലൊന്നും ഉപയോഗിക്കാതെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് തുടച്ചിട്ട് ഉപ്പും ചൊറുക്ക കുറച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വിനീഗർ, പിന്നെ തിളപ്പിച്ച് ആറിയ വെള്ളമല്ലേ, അതും ഒഴിച്ചു കൊടുത്തിട്ട് അതിലാണ് ഞാൻ ഇട്ട് വെക്കണത് കേട്ടോ. ചൊറുക്കൊഴിക്കുമ്പോൾ ഒരു പുളി രസമൊക്കെ കിട്ടുമല്ലോ. പിന്നെ കുറച്ച് ദിവസം കേടാവാണ്ടിരിക്കുകയും ചെയ്യല്ലോ. അപ്പം അങ്ങനെ. അപ്പം അതിൻ്റെ ഈ ഭാഗമല്ലേ, അതൊന്ന് കളഞ്ഞു വെച്ചാൽ നല്ലതാണ്. നല്ല നീളമുണ്ട് കേട്ടോ. ഇതിൻ്റെ സീഡ് വാങ്ങിച്ചു വന്നപ്പോൾ അതിൻ്റെ കവറിൽ കണ്ട പോലെ, ആ ഫോട്ടോയിൽ കണ്ട പോലെ തന്നെ കേട്ടോ. ചിലത് നമുക്ക് ഫോട്ടോയിൽ വേറെയും നമ്മൾ ഉണ്ടാക്കി തരുമ്പോൾ വേറെ ആവില്ലേ. ഇതങ്ങനെ ഇല്ല കേട്ടോ. കറക്റ്റ് ആ പാക്കറ്റിന്മേലുള്ള ഫോട്ടോയിൽ കണ്ട പോലെ തന്നെയുണ്ട് മുളക്. നല്ല നീളമുണ്ട് കണ്ട. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മൾ നട്ട് വളർത്തിയുമ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമുള്ളതൊക്കെ പൊട്ടിച്ചെടുക്കാൻ ഞാൻ സ്ഥിരമായിട്ട് പറയാറില്ലേ, 1 or 2 ആണെങ്കിലും അത് കിട്ടുമ്പോൾ എന്താ സന്തോഷം എന്നറിയും. എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല കേട്ടോ. ഇതിനോട് ഇങ്ങനെ താല്പര്യമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇതൊക്കെ. അപ്പം എല്ലാവർക്കും ഇപ്പോൾ കൃഷിയും ചെടിയൊന്നും ഇഷ്ടാവില്ലല്ലോ. ഇതൊക്കെ ഓരോരുത്തരുടെ ഇതല്ലേ. എനിക്ക് പിന്നെ ചെറുതിലേ തൊട്ട് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട്. ആമിക്കുട്ടിക്ക് നല്ല കഫക്കെട്ട്, എനിക്കും നല്ല ചുമ, അമ്മൂസിന് നല്ല ഭംഗിയിട്ടാ. പെരുന്നാളാകുമ്പോഴേക്കും മാറുമെന്ന് വിചാരിക്കുന്നു. പന്തലൊക്കെ കണ്ടില്ലേ പെരുന്നാളിൻ്റെ? ഈ ആഴ്ച ഇവിടെ പുതുക്കാടുകാരുടെ വീട്ടിലൊക്കെ അടിപൊളി തിരക്കാവൂട്ടാ.
നമ്മുടെ എന്നിട്ട് പറയാ പള്ളിക്കുന്ന് പെരുന്നാളും പുതുക്കാട് പെരുന്നാളും ഒരു ദിവസമാണ്. അതായത് പള്ളിക്കുന്ന് പറഞ്ഞാൽ എൻ്റെ വീട് അവിടെ. അപ്പോൾ ഇവിടെ കൊല്ലങ്ങളായിട്ട് നമ്മുടെ പുതുക്കാട് 3-4 ഡേറ്റ് ആയിരുന്നു. ഫെബ്രുവരി 3-4 പെരുന്നാൾ. അത് പള്ളിപ്പണി കഴിഞ്ഞപ്പനെ കുറേ ടീമുകൾ 2 ചേരിയായി തിരിഞ്ഞ് ഫസ്റ്റ് ശനി ഞായറാക്കി. അത് കാരണം ഇപ്പം എന്ത് പറയുന്നു, സ്വന്തം വീട്ടിലെ പെരുന്നാൾക്ക് സമാധാനത്തിൽ പോകാൻ പറ്റില്ല. ഇവിടെ അമ്പ് കയറി കഴിഞ്ഞാൽ അവിടെ പള്ളിമുത്ത് നൈറ്റാണ് അമ്പൊക്കെ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. അത് തന്നെ പള്ളിക്കുന്ന് കുറേ മരുമക്കളുണ്ട് പുതുക്കാട്ടിൽ കല്യാണം കഴിച്ചവർ. അവർക്കൊക്കെ അവരാരുടെ വീട്ടിലെ പെരുന്നാൾ മിസ്സായിപ്പോയി. അല്ലാത്ത കഷ്ടം തന്നെയായി. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഒരിക്കലും. എന്ന് വെച്ചാൽ തൊട്ടടുത്ത പള്ളികളാകുമ്പോൾ വേറെ ഡേറ്റ് വയ്ക്കണ്ടേ. വേറെ എത്രയോ ഡേറ്റുകൾ എടുക്കുന്നു. ആ കറക്റ്റ് പള്ളിക്കുന്ന് പെരുന്നാളുടെ അന്ന് തന്നെ കൊണ്ടുവച്ചു. അപ്പോൾ ഇതിൻ്റെ ഈ തുകയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണം. 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇത്രയ്ക്കും കൂടി പൊട്ടിക്കാനുള്ളതുണ്ട് കേട്ടോ. അപ്പം എനിക്ക് അത്ര അറിയണ്ടായില്ല ഈ ഇങ്ങനെ മൂത്ത മുളക് അതും തന്നെ നിന്ന് കഴിഞ്ഞാൽ ചെടിക്ക് കംപ്ലൈൻറ്റ് വരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കൃഷി വീഡിയോ ഒക്കെ കാണുമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലൊരു ചേച്ചി പറയണേട്ടതാ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പൊട്ടിച്ചെടുത്തു. സമയം ഉണ്ടായിട്ടൊന്നുമല്ല, വേറെ പണികളൊക്കെ എടുക്കുക. സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പെരുന്നാൾ സ്റ്റിച്ചിങ് ഞാൻ പറഞ്ഞില്ലേ 5 എണ്ണം വെട്ടി വെച്ചിട്ടുണ്ട്. 5 ചുരിദാർ വീട്ടിലിടാനും പുറത്തേക്ക് ഇടാനൊക്കെ കൂട്ടിയിട്ട്. അതിൽ 2ാമത്തെ പകുതി ആയിട്ടുള്ളൂ. ആമിക്കുട്ടി ഉറങ്ങുക. അതിൻ്റെ ഇടയ്ക്ക് സകല പണികളും കഴിക്കണം. ഇന്ന് നമുക്ക് 2-3 കയ്പക്ക കിട്ടിയിട്ട് നമ്മുടെ ടെറസിൽ കയ്പക്ക ചെടികളുണ്ടല്ലോ. അപ്പോൾ അത് ഒന്ന് വാട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാടൻ മുളക് ഒരെണ്ണം വെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുത്ത് അത് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ചേട്ടന് കഴിക്കാനുള്ളതുണ്ട്, വേറെ ആർക്കും വേണ്ടല്ലോ. കയ്പ്പ് കാരണം വേറെ ആരും കഴിക്കില്ല. അപ്പോൾ ചേട്ടന് കഴിക്കാനുള്ളതുണ്ട്. ഇട്ട് വന്നപ്പോൾ കുറച്ചുള്ളൂ കേട്ടോ. ചുറുക്ക് നോക്കിയപ്പോൾ കഴിഞ്ഞിരിക്കുക. ഇനി അത് വാങ്ങിച്ചിട്ട് വേണം. ചേട്ടൻ പുറത്തേക്ക് പോകുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ നമ്മുടെ ജാറിലാക്കിയിട്ടുണ്ട് കേട്ടോ മുളകിനെ. കിച്ചണിലെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞപ്പോഴേ ഞാൻ ഈ കബോർഡിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്തിട്ട് കുറച്ച് നാളായിട്ടാണ്. ആമിക്കുട്ടീനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തുടങ്ങി ഞാൻ ഇതിന് കുറച്ച് സമയം മാറ്റി വയ്ക്കുന്നതൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടുണ്ടായില്ല. അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് അഴുക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അടിച്ച് വാരി കളഞ്ഞു. അപ്പോൾ പിന്നെ ചേട്ടൻ റൂംസൊക്കെ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ റൂംസ് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ വാതിലുകൾ ജനാല കമ്പിയൊക്കെ ഇല്ലേ അതൊക്കെ തുടച്ച് വന്നപ്പോൾ ഞാനിത് ചെയ്യുന്നുണ്ടപ്പോൾ ആൾ പറഞ്ഞു ആൾ തുടച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ തുടച്ച് ക്ലീൻ ചെയ്ത് പെയിൻ്റൊക്കെ അടിച്ച് തന്നു കേട്ടോ എനിക്ക്. ആരും കൂടി പോണില്ല കേട്ടാ. അമ്മയില്ല, അമ്മയുടെ വീട്ടിൽ പെരുന്നാൾക്ക് പോയേക്കാം. ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പനി അല്ല, അമ്മൂസിന് പനി. അപ്പോൾ പോയില്ല കേട്ടോ. ഞങ്ങൾക്ക് ചുമ എല്ലാവരും കുട്ടിയ ആരും കൂടി പോണില്ല. അപ്പോൾ നമുക്കൊരു കടച്ചക്ക വീണ് കിട്ടിയായിരുന്നു. അപ്പം അതൊന്ന് കട്ട് ചെയ്ത് ഉപ്പേരി ആക്കിയിട്ടുണ്ട്. ഇവിടെ ആൺകുട്ടീനെ ഇവിടെ നിർത്തിക്കായിരുന്നു കേട്ടോ. ഉപ്പേരി വയ്ക്കുമ്പോൾ ഒരു രക്ഷയില്ല, ആരും കൂടി പോണില്ല. ഞായറാഴ്ചയിലും ചേട്ടന് വർക്ക് വന്നു. അപ്പോൾ ചേട്ടൻ പോയി. ഇതിൻ്റെ അടി നേരത്തെ കണ്ടില്ലേ, അവിടെ പെയിൻ്റൊക്കെ അടിച്ച് തന്നിട്ടുണ്ട്. അടുക്കളയൊക്കെ വാരി വലിച്ചിട്ടേക്കുക പാത്രങ്ങൾ, അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തതും. ഇനി അടുത്ത പ്രാവശ്യം ഉച്ച കഴിയുമ്പോൾ ആൺകുട്ടിയാണെങ്കിൽ ഉറങ്ങായിരിക്കും. അപ്പോഴാണ് ഇവിടെ ക്ലീൻ ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി 2 റൂംസ് ചേട്ടൻ പൊടിയൊക്കെ തട്ടി തന്നിട്ടുണ്ട് കേട്ടോ. മാറാലെന്ന് പറയാനൊന്നും അധികം ഇല്ല, നമ്മളിടയ്ക്ക് തട്ടണമായിരുന്നു. എന്നാലും നല്ല ചുമയുണ്ട്. പെരുന്നാളൊക്കെ അല്ലേ, അപ്പം നമുക്ക് ക്ലീൻ ചെയ്തേ പറ്റുമോ. അപ്പം ചോറ് വന്നിട്ടുണ്ട്, അത് ഊറ്റിയെടുക്കാൻ പോവാ.
ആമിക്കുട്ടി ചേട്ടൻ്റെ അടുത്ത് പോയിരിക്കോ? ആമിയെ ഇവിടെ ഉപ്പിട്ടിട്ടാ ചോറ് വിട്ട, ചിലര് ഉപ്പിടില്ലല്ലോ. പിന്നെ വിറകടുപ്പിൽ തന്നെ ഇഷ്ടമുള്ളൂ. അച്ചു അച്ഛൻ്റെ ഒന്ന് കൊടുത്തോ, കഴിഞ്ഞ് പോയില്ലല്ലോ. അച്ചു ഉണ്ടെന്നേ അച്ഛൻ മാത്രം ഒന്ന് പള്ളിയിൽ പോയിട്ടോ, ബാക്കി എല്ലാവർക്കും വയ്യ. ഉമ്മീനൊന്നും എടുത്ത ചേട്ടാ, മമ്മി പണി കഴിഞ്ഞിട്ട് വരാട്ടാ. പൊക്കോ, ഇനി അധികം നേരം ഇവിടെ നിക്കണ്ട. നിന്നോട് ഇപ്പൊ എന്താണോ പോയിട്ടുണ്ട് കൂടെ, ചിലപ്പോ ഇപ്പൊ എന്നെ ഓടി കളിച്ച് വരും. അപ്പൊ ഞാൻ പണികളൊക്കെ കഴിക്കട്ടേട്ടാ. ചതമുളക് ഇടാത്ത ഉപ്പേരി എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. മുളക് പൊടി ഇട്ടാണ്. മറ്റേ ചതക്കാളെ മുളക് നോക്കിയപ്പോൾ കഴിഞ്ഞു. ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് ഇളക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. ഞാൻ അത് ശരിക്കും ഇളക്കി മറിച്ചിടട്ടെ. പിന്നെ ചോറ് ഊറ്റിക്കൊണ്ടിരിക്കാം. പാത്രങ്ങളൊക്കെ വാരി വലിച്ചിട്ടേക്കാട്ടാ ഷെൽഫിൽ നിന്ന്. ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാനുള്ള അതിങ്ങനെ കിടക്കണേ. തീ കത്തിക്കാൻ വന്നു, പോയ സ്പീഡിൽ വന്നുട്ടാ. എന്തിപ്പോ ആമിക്കുട്ടിയ ഇപ്പൊ ഇടിയില്ലല്ലോ, വന്ന് നിക്കണ. മമ്മി മീൻ നന്നാക്കാൻ പോവാ. ചാള വാങ്ങിച്ചോളുണ്ട്, അത് ക്ലീൻ ചെയ്ത് കൂട്ടാൻ വെക്കണം. ഇനി കാലും ഇടണ്ടത് ഇടന്ന. ലൈറ്റർ തീ കത്തിക്കാളല്ലോ ഇടന്ന. ഗുഡ് ഗേൾ. പൊക്കോണ്ട് ചേട്ടൻ വിചാരിച്ചിട്ട് പൊക്കൂടെ. ചോറ് റെഡി. ആമിക്കുട്ടിയെ മമ്മി വാതിൽ ഓർമ്മരാ. ചേട്ടൻ്റെ അടുത്തേക്ക് പോയി മോൻ. സമ്മതിക്കില്ലല്ലേ? വരണണ്ട. പുക വന്നാ ഇതാണ് പാട്. വിറകടുപ്പിന് ഇങ്ങനൊരു കുഴപ്പമുണ്ട്. കണ്ണിലേക്ക് പോയ പുക. ഇന്നലത്തെ കുറച്ച് പഴയ ചോറുണ്ട്, അതും കൂടി ഒന്ന് തിളപ്പിച്ച് വിട്ടാനുണ്ട്. ആമിക്കുട്ടിനെ അവിടെ നിന്ന് കൊണ്ടുപോകണം. നിന്നെ ചേട്ടൻ്റെ അടുത്ത് കൊണ്ടാക്കിയതാ. രക്ഷയില്ല, അവിടെ നിന്ന് ഇരുന്നില്ല. ഇങ്ങോട്ട് തന്നെ പോകുന്നതിൻ്റെ കൂടെ കൊള്ളും. അയ്യോ തീയാണ്. നല്ല തെറിച്ച മൂപ്പ് എന്നൊക്കെ പറയില്ല, നമ്മുടെ തൃശ്ശൂർ അങ്ങനെയൊക്കെ പറയട്ടെ. നല്ല മൂപ്പായി കഴിഞ്ഞ അതുപോലെ ആയിരുന്നേ. നല്ല പോലെ വെന്തു, പെട്ടെന്ന് വെന്തു. ഇനി സെറ്റായി കഴിഞ്ഞില്ല. ഇതിൽ ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക്.
കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് കുറച്ച് മതി കേട്ടോ, ഒരു ഫ്ലേവറിന് ഒഴിക്കാല്ലേ അമ്മൂട്ടിയെ. കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഇനിയും കയ്യിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇളക്കി മറിക്കത്. ഇളക്കി മറിച്ചിട്ടേ ഞാൻ ആവശ്യക്കാര് കൂട്ടി ചോർന്നു. ഇനി ചാളയും കൂടി വെക്കണേ, അതും കൂടി ഇനി വേഗം വെക്കട്ടെ ഞാൻ. അങ്ങനെ കുറച്ച് നേരം അച്ചൂസ് ആമക്കുട്ടീനൊക്കെ നോക്കി തന്നു. അപ്പോൾ അത് ഈ വേഗം ചാള ക്ലീൻ ചെയ്ത് അത് നമ്മുടെ വറ്റിച്ച് വെച്ചു കേട്ടോ. കടുകൊക്കെ പൊട്ടിച്ച് ഉലുവയൊക്കെ ഇട്ടിട്ട് നമ്മൾ വറ്റിച്ചെടുക്കില്ലേ, അതുപോലെ വെച്ചു. പിന്നെ ഒരു 2:30 ആയപ്പോഴേക്കും നല്ല വിശപ്പായി തുടങ്ങിയിട്ടാണ്. അപ്പോൾ കുറച്ച് ചോറെടുത്തു, കടച്ചക്ക ഉപ്പേരി എടുത്തു. പിന്നെ തലേദിവസത്തെ ചിക്കൻ കറി ചോറ് എന്ത് ഊറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ നല്ല കനലുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഉരുളി എടുത്ത് അടുപ്പിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും ചോറിനാൻ നേരമായപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി ഇരുന്ന് കറുത്ത് നല്ല വരട്ടിയെടുത്തോണ്ടായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ടെന്ന് ഞാൻ വേഗം ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ക്ലീനിങ്ങൊക്കെ ഒരുവിധം കഴിഞ്ഞു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ലേ ജോജിച്ചേട്ടൻ പെയിൻ്റൊക്കെ അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ബ്ലറാവുന്നുണ്ടല്ലേ, ഇപ്പം ശരിയായില്ലേ. അപ്പോൾ അത് കഴിഞ്ഞ പാത്രങ്ങളൊക്കെ തുടച്ച് മിനുക്കി റെഡ് കളർ പെയിൻ്റ് അടിച്ചു തന്നെ കേട്ടോ. പാത്രങ്ങളൊക്കെ തുടച്ച് മിനുക്കി കയറ്റിയിട്ടുണ്ട്. ഇങ്ങനെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. കുളിപ്പിക്കാൻ പോവാ. പണികൾ കഴിഞ്ഞപ്പോൾ ഈ നേരമായി, സന്ധ്യ കഴിഞ്ഞു. അപ്പം എല്ലാ പാത്രങ്ങളും കയറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കണ്ട തുടച്ച് മിനുക്കി കയറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാം അമ്മിക്കുട്ടി മാറിനാടാ, മാറി ഓ അടച്ചോള് കണ്ട. ഇവിടെയൊക്കെ പെയിൻ്റ് അടിക്കണമായിരുന്നു, അതിനൊന്നും നേരം കിട്ടിയില്ല. നേരമുള്ളപ്പോൾ കുറച്ച് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അമ്മൂട്ടി ചുമക്കുന്നുണ്ട്, മരുന്നൊക്കെ കൊടുക്കണം. ഇനി നേരം വൈകിയാലേ അമ്മൂട്ടി ഉറങ്ങും. അപ്പോൾ പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളാണ് കേട്ടോ ഈ കാണണതൊക്കെ. ഇനി ഒന്ന് തുടയ്ക്കാനും കൂടി ഉണ്ട് ഇവിടെ. ഫ്ലോറൊക്കെ തുടയ്ക്കണം. അങ്ങനെയാണ് വിശേഷങ്ങൾ. തുണികൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ, കുറേയൊക്കെ മടക്കി വെച്ചു ഞാൻ. അമ്മൂസ് പനിയായിട്ട് കെടുപ്പ് തന്നെയാണ്. വായോ, നമ്മൾ മാച്ചാണല്ലോടാ. അമ്മിക്കുട്ടിക്ക് ഇഷ്ടമായില്ല അവനെ കെട്ടിപ്പിടിച്ചത് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിർത്താല്ലേ അച്ഛസേ. അപ്പൊ നെക്സ്റ്റ് ഇനി പെരുന്നാളിന്റെ തിരക്കുകളാണ് കേട്ടോ. ഇനിയുള്ള വ്ളോഗിലൊക്കെ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗായിട്ട് വരാം. ബൈ.